നിങ്ങളിത് ഇങ്ങനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മെർമെയ്ഡ് മത്സ്യകന്യകയുടെ പ്രോഗ്രാം. ഈ ഷോ കാണണമെങ്കിൽ നിങ്ങൾ ബാംഗ്ലൂർ വരണം കേട്ടോ. ഇത് ജയമഹലുണ്ട്, ബാംഗ്ലൂരിൽ ജയമഹലുണ്ട്. ടി വി സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിട്ട് ഫൺ വേൾഡ്, വാട്ടർ വേൾഡൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്തുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉണ്ടാക്കിയാണ് അക്വേറിയം പാരഡൈസ് എന്ന് പറഞ്ഞിട്ട്. കാണേണ്ട ഒരു സംഭവമാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ബാംഗ്ലൂർ വരികയാണെങ്കിൽ ഈ സ്ഥലമൊക്കെ ഒന്ന് സന്ദർശിക്കണം. ഇത് ഈ ഷോ ഒക്കെ ഒന്ന് കാണണം കേട്ടോ. കുട്ടികളായിട്ടൊക്കെ കൊണ്ട് വന്നിട്ട് കാണാൻ പറ്റിയൊരു നല്ലൊരു പ്രോഗ്രാമാണ് കേട്ടോ. കുറേ ഫിഷും ഉണ്ട്, നല്ല നിറയെ മീനുകളെയും കാണാം കേട്ടോ നമുക്ക്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ വെക്കേഷൻ ടൈമല്ലേ, ഇപ്പോൾ ഫാമിലിയായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലമാണിത്. ഇത് ബാംഗ്ലൂർ ടി വി സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ. അവിടെ ഫൺ വേൾഡ്, വാട്ടർ വേൾഡൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ള ആ ഏരിയയിൽ തന്നെ, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതും കേട്ടോ. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു പുതിയതായിട്ട് തുടങ്ങിയേണ്ടതാണിത്. ഇതിൻ്റെ പേര് അക്വേറിയം പാരഡൈസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ടിക്കറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ നാളിൽ നമ്മുടെ വർക്കിംഗ് ഡേയ്സിലൊക്കെ അഡൾട്ട്സിന് 399 കുട്ടികൾക്ക് 350 കേട്ടോ. അപ്പോൾ 400 350. അല്ലാത്ത ദിവസം സൺഡേ സാറ്റർഡേക്ക് ആണെങ്കിൽ അഡൾട്ട്സിന് 500 കുട്ടികൾക്ക് 400 ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കണം. ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കാണുന്ന സ്ഥലങ്ങളാണ്, കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ല, ഒരു മീൻ തല ഒരു സ്ഥലത്ത്, വാല് വേറെ സ്ഥലത്ത് കൂടെ കാണുന്നത് കേട്ടോ. അതുപോലെ നല്ല നല്ല മീനുകളൊക്കെ കാണാം. പക്ഷേ മീനുകളുടെയൊക്കെ ഒരു പേരുകളൊന്നും അവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ല. അത് കാരണം കുറേ ഇഷ്ടംമാതിരി മീനുകളുണ്ട്. ഇത് ഈ ഗുറായി മീൻ എന്ന് പറഞ്ഞൊരു മീനാണെന്ന് തോന്നുന്നുണ്ട്, അതാണ് തോന്നുന്നത്. അങ്ങനത്തെ ഒരു മീനാണ്, ഭയങ്കര വലുതാവുന്ന മീനാണ്. അങ്ങനെ നമുക്ക് ഇവിടെ ബാംഗ്ലൂരിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ മീനുകളുടെയൊക്കെ അക്വേറിയം എന്ന് പറഞ്ഞാൽ അവിടെ അടുത്തൊന്നും കണ്ടിട്ടില്ല ഇതേപോലെ. ബാംഗ്ലൂരിൽ നിന്നല്ല, എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇങ്ങനത്തെ ഒരു അക്വേറിയം ഉണ്ടെന്ന് എനിക്കത് തോന്നുന്നില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ മീനുകളുണ്ട്. അപ്പോൾ ഇവിടെയുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ കാണുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതമായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള മലയാളീസ് ആണെങ്കിലും ഇവിടെയുള്ള ആൾക്കാർക്കാണെങ്കിലും ഇപ്പോൾ വെക്കേഷൻ ആയിക്കാരണം ഫാമിലിയുടെ കൂടെ വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. പക്ഷേ ടിക്കറ്റ് ചാർജ് അങ്ങനെയാണ് കേട്ടോ. വർക്കിംഗ് ഡേയ്സിലൊക്കെ വലിയ ആൾക്കാർക്ക് 400 കുട്ടികൾക്ക് 350. സാറ്റർഡേ സൺഡേ വലിയ ആൾക്കാർക്ക് 500 കുട്ടികൾക്ക് 400 കേട്ടോ. അപ്പോൾ അത് കൊടുത്താലും എൻ്റെ കണക്കിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്കിത് കണ്ടാലും 400. ഞാൻ പോയത് ഇത് തിങ്കളാഴ്ചയാണ് പോയത്. അപ്പോൾ എനിക്കത് 400 എനിക്കിത് കൊടുത്തു, എനിക്കത്ര കുഴപ്പമൊന്നും തോന്നിയില്ല. അത് നല്ല വെർത്താണ് കേട്ടോ. എന്നുവെച്ചാൽ അതിൻ്റെ ഉള്ളിൽ അത്ര ഒരു ചെയ്തിട്ടുണ്ട്, ജോലി ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കാരണം കാണാനൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ മീനുകളെന്ന് പറഞ്ഞാൽ അത്ര വലിയ സ്പെഷ്യൽ മീനുകളൊന്നും ഇല്ലെങ്കിലും ഉള്ള മീനുകൾ കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനിട്ടേക്കണ അക്വേറിയങ്ങളും പോലെ ഉണ്ടാക്കണം, അതൊക്കെ നന്നായിട്ടുണ്ട്, കാണാനുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബാംഗ്ലൂരിൽ ഇതൊരു ഭയങ്കര പുതുമയാണ്. എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു അക്വേറിയം ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരൊക്കെ വരികയാണെങ്കിൽ മക്കളൊക്കെ ആയിട്ട് ഒന്ന് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. എവിടെയാണെന്ന് ചോദിച്ചാൽ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. ടി വി സ്റ്റേഷൻ എവിടെയാണെന്ന് നോക്കിയാൽ മതി, അതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഇത്. ഈ സ്ഥലത്തിൻ്റെ ഇത് ഇരിക്കുന്ന ഏരിയയുടെ പേര്, സ്ഥലത്തിൻ്റെ പേര് ജയമഹൽ എന്ന് പറയും. ഈ ഇരിക്കണതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫൺ വേൾഡ് ഉണ്ട്, വാട്ടർ വേൾഡൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇരിക്കണത്. ഉണ്ടല്ലോ, മീനുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതൊന്നും അധികമൊന്നും നമ്മൾ കാണാത്ത മീനുകളൊക്കെയാണ് ഇത്. ഉള്ള മീനുകൾ അവർ നന്നായിട്ട് വെച്ചിട്ടുണ്ട്, നല്ലതായിട്ട് അതിൻ്റെ അക്വേറിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അക്വേറിയൊക്കെ. പിന്നെ വലിയ ഹൈ ലെവൽ ഭയങ്കര ഇൻ്റർനാഷണൽ ലെവലിലൊന്നും സെറ്റപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് കാരണം ഇത് നമ്മൾ ഈ ടിക്കറ്റ് എടുത്ത് കയറിയാലും അത് ലാസൊന്നുമില്ല, നമുക്ക് നഷ്ടമൊന്നുമില്ല, നമുക്കത് വെർത്താണ്. ഉണ്ടല്ലോ, ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്, കുറേ മീനുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയാണ് ഈ വീഡിയോ, ഈ അക്വേറിയത്തിനെ പറ്റിയുള്ള വീഡിയോ ആണ്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. അത് ഈ വീഡിയോ എൻഡിങ് വരെ കണ്ടാലേ നിങ്ങൾക്കത് പറയും മനസ്സിലാവുള്ളൂ. അത് ഞാനിപ്പോൾ പറയണില്ല. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ കാണുകയും ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവർക്ക് ഇതൊക്കെ കണ്ടിട്ട് വേണമെങ്കിൽ വന്ന് കാണാനും ഇതൊക്കെ ചെയ്ത് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാറോ, കുട്ടികളും മക്കളൊക്കെ ആയിട്ട് വന്നിട്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതല്ല ഇതിൻ്റെ മെയിൻ സർപ്രൈസ്. ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾ നോക്കണം, അവിടെയാണ് സർപ്രൈസ് ഇരിക്കണം. കാണേണ്ട ഒരു കാഴ്ചയാണത്. അപ്പോൾ അത് കാരണം മീനുകളുള്ള കണ്ടില്ല, അക്വേറിയൊക്കെ ഭയങ്കര വലിയ അക്വേറിയമായിട്ടാണ്, നന്നായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ആൾക്കാർ നമ്മൾ ചാർജ് എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ആൾക്കാർ കണ്ടമാനം വന്നിട്ടുണ്ടായിരുന്നുണ്ടാ. കുട്ടികളും ഫാമിലിയൊക്കെ നിറയെ ഉണ്ട്. ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ പിന്നെ അധികം പബ്ലിക്കിന് ഇതിൽ കാണിക്കണില്ല എന്നുള്ളൂ. അത് കാരണം ആൾക്കാർ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് കാണിക്കാം പബ്ലിക്കിനെയൊക്കെ. നിങ്ങളപ്പോൾ ഈ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടത് എന്തൊക്കെയാണല്ലോ, എന്തൊക്കെ മീനുകളുണ്ടെന്നും എങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടൊക്കെ ഒന്ന് കണ്ട് നിങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയൊക്കെ ഒന്ന് വന്ന് കാണുക. ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ഫുൾ ഫാമിലി ആയിട്ട് വന്നാൽ നന്നായിരിക്കും. പക്ഷേ കുറച്ച് കാശ് ചിലവുണ്ട്. അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങളെല്ലാവരും കൂടി വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. ഇതൊക്കെ ലൈഫിൽ ഒരിക്കലെങ്കിലൊക്കെ ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. കാശെന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. ഇതിന് വേണ്ടിയിട്ടാണല്ലോ ഈ അക്വേറിയംകാർ ഇത്ര കാശ് ചിലവ് ചെയ്ത് ഇതൊക്കെ ഉണ്ടാക്കിയാണ്. എന്തിനാണ് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഇത് കാണാനും കുട്ടികൾക്കൊക്കെ കണ്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനാണ്. അല്ലാണ്ട് നമ്മൾക്ക് കണ്ടില്ല, ഇതൊക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു കാട് പോലെയും അതിൻ്റെ ഉള്ളൊരു ചെറിയ ഫോൾസ് പോലെയും. ഇത് മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോറാണ്. അത് കണ്ടില്ല, താഴത്തേക്ക് വെള്ളം വീണ് ആ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ പോകാം. ലാസ്റ്റ് കാണിച്ചു തരാം ഞാനത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് സെറ്റപ്പ് ചെയ്തിട്ട് ഇവിടെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നന്നായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിറയെ ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ നിറയെ സ്ഥലങ്ങളുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ്. പിന്നെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾ എന്ത് ക്യാമറ വേണമെങ്കിലും കൊണ്ടുവരാം. അതിനൊന്നും പ്രത്യേകിച്ച് കാശൊന്നുമില്ല കേട്ടോ. അതിനൊന്നും ഒരു റെസ്ട്രിക്ഷനൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ക്യാമറ കൊടുന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാം. അതിനും നന്നായിട്ട് അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ കേട്ടോ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലങ്ങൾ ഇഷ്ടം വരെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാശ് കൊടുത്താലും അത് നഷ്ടമൊന്നുമില്ലെന്നാണ് ഞാൻ പറയണേ. എൻ്റെ കണക്ക് നോക്കിയാൽ ഇനി ചിലർ പറയും ഈ കാശുള്ളൊന്നുമില്ല, ഇത് ഭയങ്കര നഷ്ടമുള്ളതെന്നൊക്കെ പറയും ചിലർ. പക്ഷേ എനിക്ക് ഞാൻ കണ്ടിടത്തോളം എനിക്കത് അത്ര തോന്നിയില്ല കേട്ടോ. എന്നുവെച്ചാൽ നമ്മളൊരു സാധാരണ ഇതിൽ നോക്കുമ്പോൾ അവർ ഇത്രയൊക്കെ സെറ്റപ്പ് ചെയ്ത് ഇത്രയൊക്കെ കാശ് ചെലവ് ചെയ്ത് കിട്ടണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു 400-500 രൂപ നമ്മളത്ര വലുതായിട്ട് കാണരുത്. എന്താ വെച്ചാൽ നമ്മൾ തന്നെ വിചാരിച്ചിട്ടാണ് അവരിതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണത്. നമ്മളൊക്കെ വരും കാണും കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കുന്നതൊക്കെ വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ വല്ല ദൂര സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പുറത്ത് അബ്രോഡ്, തായ്ലൻഡ്, സിംഗപ്പൂർ, മലേഷ്യ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണം. അങ്ങനത്തെ അക്വേറിയങ്ങളും ഈ സെറ്റപ്പൊക്കെ കാണണം കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലിപ്പോൾ ഞാൻ സൗത്ത് ഇന്ത്യയിൽ എനിക്ക് ഇങ്ങനത്തെ ഉള്ളതായിട്ട് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അതാണ് ഇപ്പോൾ ഞാൻ പറയണത് കേട്ടോ. ഇതൊക്കെ മറ്റേ ഓസ്കാർ എന്ന് പറയുന്ന മീനാണ് കേട്ടോ. ഇതൊക്കെ ആൾക്കാർ വീട്ടിൽ വളർത്തുന്ന സാധനം കണ്ടില്ല. ആൾക്കാരൊക്കെ കണ്ടിട്ട് ഇഷ്ടംമാതിരി. ഞാൻ പിന്നെ അവരെ കാണിക്കേണ്ടാണ്. ഇതൊക്കെ ഒരു പ്രത്യേക മീനുകളാണ് കേട്ടോ. അതാ പറഞ്ഞ് ഉള്ള മീനൊക്കെ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാക്കുമ്പോഴൊക്കെ നല്ല ക്ലിയറായി നീറ്റായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ വർക്കേഴ്സും ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ. അപ്പോൾ അതിനും ഒരു കാശ് ചിലവാക്കിയിട്ടാണ് ഇതൊക്കെ ചെയ്യണമല്ലോ. അത് കാരണമായിരിക്കും ചിലപ്പോൾ ഇത്രയും ടിക്കറ്റ് ചാർജ് വെച്ചേക്കണം. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ലൈവായിട്ടുള്ള സാധനങ്ങളല്ലേ, ഈ ജീവനുള്ള സാധനങ്ങളല്ലേ. ഇപ്പോൾ നമ്മൾ സൂവിലൊക്കെ പോയി കാണുന്ന പോലെ തന്നെയാണ് ഇതും അക്വേറിയവും. അപ്പോൾ ഇതിനൊക്കെ നോക്കിക്കൊണ്ട് നടക്കാനും ഇതിനുള്ള ചിലവുകളൊക്കെ നോക്കുമ്പോൾ ഈ ടിക്കറ്റ് ചാർജ് അത്ര വലിയ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഈ അറോണ കണ്ടില്ല, അറോണ അടിപൊളിയാണ്, ഇഷ്ടംമാരിയുണ്ട്, കൂട്ടാരായിരിക്കണം കണ്ടില്ലേ. അവരൊക്കെ അടിച്ചു പൊളിച്ച് ആർത്തുല്ലസിച്ച് നടക്കണം കേട്ടോ. വലിയ അക്വേറിയങ്ങളാണ് കേട്ടോ, കണ്ടില്ലേ. അടിപൊളിയായിട്ട് അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഉള്ളിലൊക്കെ നിറയെ ഇത് കണ്ടിട്ട് ചെടിയും മരങ്ങളൊക്കെ പോലെയൊക്കെ ഉണ്ടാക്കി റോക്കൊക്കെ വെച്ച്. ഇത് വേറെ ടൈപ്പ് ഫിഷ്. എല്ലാം പ്രത്യേക വെറൈറ്റി ഫിഷുകളുണ്ട്. നമുക്ക് സാധാരണ കാണുന്ന ഈ നമ്മുടെ അക്വേറിയം കടയിൽ കാണുന്ന ഫിഷുകളുണ്ട് കേട്ടോ. ഇതൊക്കെ പാരറ്റ് ഫിഷിൽ പെട്ടതാണ്. ഇതൊക്കെ കളറുകൾ കണ്ടില്ലേ, ഡിസൈനൊക്കെ അങ്ങനെയാണ്. പാരറ്റ് ഫിഷാന്ന് തോന്നുന്നു ഇതൊക്കെ. പിന്നെ അവരെല്ലാ ഫിഷിൻ്റെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല. അതാണ് മെയിനായിട്ട് അറിയാൻ പറ്റില്ല നമുക്ക് ഏതൊക്കെ ഫിഷാണെന്ന്. ഇതൊക്കെ അവിടെ ആൾക്കാർക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്ട. ഇത് വേറെ വെറൈറ്റി മീനുകൾ. അങ്ങനെ വെറൈറ്റി ആയിട്ട് കുറേ മീനുകളുണ്ട് കേട്ടോ. കുറേ മീനുണ്ട് അല്ലേ. ഇത് വേറെ ടൈപ്പ്. അങ്ങനെ ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള മീനുകളാണ്. എൻ്റെ കണക്ക് അതാ ഞാൻ പറയും. ഈ 400 രൂപ ഞാൻ കൊടുത്ത് പോയെന്ന് പറഞ്ഞാൽ എനിക്കതൊന്നും നഷ്ടമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് ജെല്ലി ഫിഷാണ്. ജെല്ലി ഫിഷ് ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, സിലിണ്ടർ പോലത്തെ അക്വേറിയമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ നോക്കാനായിട്ട് വളർത്താനായിട്ട്. ഈ ജെല്ലി ഫിഷിനെ ഇടാൻ ഇത് കണ്ടു. ഇതൊരു കൂട്ടായിട്ടായിരിക്കണേ, എല്ലാം ഒന്നിനൊന്ന് ഒട്ടി പിടിച്ചിട്ടായിരിക്കണം കേട്ടോ. ഇത് ജെല്ലി ഫിഷാണ്. ഇതെല്ലാം അങ്ങനെ പല ഇതിനർത്ഥം മോഡലിൽ കാണിച്ചിട്ടുണ്ട്. വെള്ളം കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ സാധനമുണ്ട്. ഇതിപ്പോൾ താഴ്ത്തുള്ള റോഡാണ് ഇത്. ഇവിടെ കൊണ്ട് കേട്ടില്ല. ഇവിടെ കുറേ കാർപ്പ് മീനുകളൊക്കെ ഉണ്ട്, കളറായിട്ട്. ഇതൊക്കെ ഒരു ഫോട്ടോഷൂട്ടിന് വെച്ച സ്ഥലമാണ്. ആൾക്കാർ വീഡിയോ ഫോട്ടോ ഒക്കെ ഇഷ്ടംമാതിരി എടുക്കുന്നുണ്ട്. പുറത്തെ കാശുകളിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള നല്ല ലൊക്കേഷനുകളൊക്കെ ഉണ്ട്. അതിനാണ്
അതേപോലെ നിങ്ങൾക്ക് വന്ന് നിറയെ ഫോട്ടോസ് പിന്നെ റീൽസ് എടുക്കുന്നവർക്ക് റീൽസ്, അതേപോലെ ഇതേപോലെ യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ വീഡിയോ എല്ലാത്തിനുള്ള നല്ലൊരു സൗകര്യം കിട്ടാം. അല്ലാണ്ട് വേറെ ഈ 400 കൊടുത്ത കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. ക്യാമറയ്ക്കൊന്നും പ്രത്യേക കാശൊന്നുമില്ല കേട്ടോ. ഇത് വേറെ വെറൈറ്റി മീനുകളാണ്, പല സൈസ് മീനുകളുണ്ട്. അപ്പോൾ ഞാൻ പറയാണ്ട് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പിന്നെ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളെ പോരാടിക്കണില്ല കേട്ടോ. അപ്പോൾ നിങ്ങളിതൊക്കെ കാണും. ഞാൻ പിന്നെ അവിടുത്തെ നോയ്സൊക്കെ മ്യൂട്ട് ചെയ്തേക്കണം. എന്ന് വെച്ചാൽ അവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പുറത്തെ മ്യൂസിക് എന്തെങ്കിലും ഇൻക്ലൂഡ് ആക്കാൻ പാടില്ലല്ലോ എന്ന് വെച്ചിട്ടാണെങ്കിൽ അതൊക്കെ മ്യൂട്ടാക്കി വേണം. ഭയങ്കര സൗണ്ട് വെച്ച സൗണ്ടാണ് അവിടെ ആൾക്കാരുടെ കേട്ടോ. ഇത് വേറെ നമ്മുടെ അവതാറിൻ്റെ തീമാണ് ഉണ്ടാക്കി വെച്ചാൽ പെയിൻറ്റ് ചെയ്ത് വെച്ചാണ്. അതും നന്നായിട്ടുണ്ട്, അവതാർ മൂവിയുടെ. ഇതൊരു വേറെ സൈസ് മീനാണ്. നിങ്ങൾ കാണുക ഇതൊക്കെ കേട്ടോ. കണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കണ്ടാലാണ് നിങ്ങൾക്ക് സസ്പെൻസ് അറിയാൻ പറ്റുള്ളൂ. ലാസ്റ്റ് വരെ നിങ്ങൾ കാണണം സ്കിപ്പ് ചെയ്യാണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ എന്താണ് സർപ്രൈസ് എന്നുള്ളത് ഞാൻ കാണിക്കാൻ പോണത്. അതുവരെ നിങ്ങൾ ക്ഷമയോട് കൂടി ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ആർക്കൊക്കെ ആണെങ്കിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളും എന്തൊക്കെ ഉണ്ടെങ്കിലും ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള എല്ലാ കമൻറ്റുകളും നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ എനിക്ക്. അപ്പോൾ അതിൽ വരുന്ന തെറ്റുകുറ്റങ്ങളും പ്രശ്നങ്ങളൊക്കെ ഞാനത് മാറ്റി നല്ല നല്ല വീഡിയോകളും കണ്ടൻറ്റുകളും ഇടാനായിട്ട് ശ്രമിക്കാം. ഇത് ടണലാണ്, ടണൽ അക്വേറിയമാണ്. കണ്ടില്ലേ, തലയുടെ മുകളിൽ കൂടെ ഒക്കെ മീനുകൾ ഇടുന്ന കൂടെയാണ് ടണൽ പോലെ ഉണ്ടാക്കിയാണ്. കണ്ടില്ലേ, ഇതൊക്കെ ഇഷ്ടംമാതിരി മീനായിട്ട് ഇങ്ങനെ കൂട്ടായിട്ട് പോകണതാണ് നല്ല ഭംഗിയാണ്. കണ്ടില്ലേ എന്താ രസം നോക്കിയാൽ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വന്ന് കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം. ഇതൊക്കെ കണ്ടറിയണം. നമ്മളെപ്പോഴും ടി വിയും സിനിമയൊക്കെ കണ്ടിട്ടിരിക്കണത് പോലെ ഇതൊന്നും വന്ന് കണ്ട കണ്ണിന് നല്ലൊരു കൗതുകമുള്ള കാഴ്ചകളാണ്. മീനുകളെന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ കാണാൻ ഇഷ്ടമില്ലാത്തത്. അത് ജീവനുള്ള മീനുകൾ നമ്മുടെ തലയുടെ മുകളിൽ കൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ചയാണിത്. ഇത് ടണൽ അക്വേറിയമാണ്. അപ്പോൾ അതിൻ്റെ അകത്താണിത്. കണ്ടില്ലേ, മുകളിലൊക്കെ അതേ മീനുകൾ തലയുടെ മുകളിൽ കൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, അഡ്രസ്സൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മറക്കാണ്ട് നിങ്ങൾ വന്നൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണോട്ടോ. വരുമ്പോൾ നിങ്ങൾ ഫാമിലിയായിട്ട് വരിക നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. അതുമാതിരി കുട്ടികൾക്ക് ഇതൊക്കെ കണ്ട് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കാണാൻ പറ്റും. നല്ല സന്തോഷം. കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ഹരമായിരിക്കും കാണാൻ മീനുകളുടെ അക്വേറിയമൊക്കെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വരുമ്പോൾ ഫാമിലിയായിട്ട് വരിക. സിംഗിളായിട്ട് വന്നിട്ട് കണ്ടിട്ട് കാര്യമില്ല. അത് ഫാമിലിയായിട്ട് വന്ന് കണ്ടാൽ അതിൻ്റെ ഒരു ത്രില്ല് വേറെയാണ്. പക്ഷേ ഫാമിലിയായിട്ട് വരുമ്പോൾ നമ്മുടെ ബഡ്ജറ്റും അതേപോലെ ആയിക്കോട്ടെ. അപ്പോൾ അതും കൂടി നമ്മൾ ഓർക്കണം. ഫാമിലിയുടെ ബഡ്ജറ്റല്ല നമ്മൾ സിംഗിളായിട്ട് വരുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഇനി സർപ്രൈസ് ഞാൻ കാണിക്കാൻ പോകുന്നുണ്ട്. അടുത്തടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഉടനെ അടുത്ത സർപ്രൈസിലേക്ക് പോകാൻ പോകുന്നത്. നിങ്ങളപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കണ്ടിട്ടിരിക്കുക. ഉടനെ തന്നെ ആ സർപ്രൈസ് എന്താണെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അതിനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ആൾക്കാരൊക്കെ ഇഷ്ടംമാതിരി നമ്മളതിൻ്റെ മുമ്പ് കൂടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, ഇത് ഈ ഗ്ലാസിൻ്റെ അപ്പുറത്തെ സൈഡിലത്തേക്കും കാണാം, നമുക്ക് ഇപ്പുറത്തെ സൈഡിലും കാണാം. അപ്പുറത്തെ സൈഡിലെ ആൾക്കാർ നിൽക്കുന്നുണ്ടില്ല. ആ സ്ഥലത്താണ് ഈ സർപ്രൈസ് പ്രോഗ്രാം നടക്കാൻ പോണത്. ഇത് തെരണ്ടി നോക്ക് അങ്ങനെ അടിയിൽ വന്നിരിക്കണം. വാലും ഉണ്ടോ, എത്ര നീളം വരും ഇതിൻ്റെ വാലൊക്കെ. ഇതൊരു നല്ല സാധനം, അടിപൊളിയായിട്ട് ഉണ്ട്. അത് ഇരുന്നോടെ തന്നെ ഇരിക്കണത്. എണീറ്റൊന്നും ഓടണമൊന്നുമില്ല. എണീറ്റൊക്കെ ഒന്ന് ഓടി നടന്നാൽ കാണാൻ നല്ല രസമാണ്. കണ്ടില്ലേ, ഇതൊക്കെയാണ് കേട്ടോ ആൾക്കാർ. കണ്ടില്ലേ, നിങ്ങൾക്കിപ്പോൾ ആൾക്കാരെ കണ്ട് മനസ്സിലാവണില്ലേ. ഇതിപ്പോൾ ഇവിടെ ഈ ടണലിൻ്റെ അകത്തുള്ള ആൾക്കാർ. ഇതിന് മുമ്പ് പോയിട്ട് അവിടെ ആ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ 4 ഇരട്ടിയുണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, ഇതൊരു കൂട്ടം മീനുകൾ, ഒരു പ്രത്യേക തരം. അപ്പോൾ ഇനി ഞങ്ങൾ ആ സ്പെഷ്യൽ സർപ്രൈസ് എന്താണെന്ന് ഞാൻ പറയാം. അതിൻ്റെ ഏരിയയിലേക്കാണ് ഞാൻ അടുത്ത് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മളുടെ കൂടെ വന്നാൽ നിങ്ങൾക്കും അത് സർപ്രൈസ് എന്ന് മനസ്സിലാക്കാം, കാണാം. ഇതാണ് ആ സർപ്രൈസ് ഏരിയ. കണ്ടില്ല, ആൾക്കാർ ഇരിക്കണ്ടില്ലേ. അതെന്താണെന്നുള്ളത് നോക്കിയിട്ടാണ് ഇരിക്കണത്. ഇതിൽ കൂടെ അപ്പുറത്ത് ആ ഗ്ലാസിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആൾക്കാർ നിൽക്കണണ്ടില്ലേ. അത് നമ്മൾ നടന്നു വന്ന ആ ടണലാണ് കേട്ടോ. ആ ടണൽ അക്വേറിയം ഉണ്ടല്ലോ, അതാണ്. അത് ഈ ഗ്ലാസ്സിൽ നിന്ന് ഇപ്പുറത്ത് നോക്കി അത് കാണാം, അപ്പുറത്തെ സൈഡ് കാണാം. അതാണ് അപ്പുറത്തെ ആൾക്കാർ നിൽക്കുന്നതായിട്ട് കാണുന്നത് കേട്ടോ.
ഇവിടെ ഇപ്പോൾ ടൈം ആയിട്ടില്ല ഈ പ്രോഗ്രാമിന്. ഇനി ഒരു 5-10 നിമിഷം ഉണ്ട്, ടൈം 5-10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യാണ്. ആ പ്രോഗ്രാം തുടങ്ങുമ്പോൾ ഇവിടെ നിറയെ തിങ്ങി കൂടുന്ന പറഞ്ഞ കേട്ടോ ആൾക്കാർ, അത്ര ആൾക്കാർ വരുന്ന പറഞ്ഞ്. നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ആ പ്രോഗ്രാം വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. ആ പ്രോഗ്രാം തുടങ്ങാൻ ഒരു 5-10 മിനിറ്റ് ഉള്ളൂ കേട്ടോ. അതുവരെയ്ക്കും നിങ്ങൾ ഈ മീനുകളെയൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് നിൽക്കട്ടോ. ഈ മീനുകളെയും എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല. നല്ല ഫ്രഷ് വാട്ടർ, നമുക്ക് എത്ര നന്നായിട്ടുണ്ട് മീനുകളെ കാണാനായിട്ട്. മീനുകൾ ഭയങ്കര ബിസിയാണ് കേട്ടോ. ഇത് കണ്ടില്ല, ആൾക്കാർ നടക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ഇത് കാണില്ല. ഇതാ ടണലാണ് കേട്ടോ ബാക്ക് സൈഡിൽ. നമ്മൾ ഫസ്റ്റ് നടന്നു വന്ന ടണലിൻ്റെ ഇതാണ് കാണുന്നത്. ഈ ക്ലാസ്സിൽ നിന്ന് നോക്കിയാൽ ഞാൻ അപ്പുറ സൈഡ് കാണുന്നതാണ്. ഇവിടുത്തെ പ്രോഗ്രാം തുടങ്ങിയിട്ടാ. ഇതേ കണ്ടില്ലേ, അതാണ് മെർമെയ്ഡ്. കണ്ടില്ലേ വെള്ളത്തിൽ വന്നിട്ടിരിക്കണം. ഇതാണ് ഈ പ്രോഗ്രാം കേട്ടോ. ഇത് കാണാനാണ് ഈ ആൾക്കാർ ഇത്ര നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണേ. ഈ പ്രോഗ്രാം നമ്മുടെ ഈ ടിക്കറ്റിൻ്റെ ഉള്ളിൽ അത് ഇൻക്ലൂഡാണ് കേട്ടോ. അതിന് സെപ്പറേറ്റ് കാശൊന്നുമില്ല. ഇത് മെർമെയ്ഡ് ഷോ ആണിത്. മത്സ്യകന്യക വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കണേ. കണ്ടില്ലേ, ഇത് ഈ പ്രോഗ്രാം ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഇതേപോലെ റിയലായിട്ട് മത്സ്യകന്യക നീന്തി വെള്ളത്തിൽ നീന്തുന്നത്. ഇത് 2 പേരുണ്ട്, ഒരു ഗ്രീൻ ഡ്രസ്സും ഒരു റെഡ് ഡ്രസ്സും. 2 പേരാണ്. കണ്ടില്ലേ, എല്ലാവർക്കും സ്വാഗതം പറഞ്ഞിട്ട് ടാറ്റ കാണിക്കണം. ഈ ഒരു പ്രോഗ്രാം അടിപൊളിയായിരുന്നു കേട്ടോ. ഇതാണ് സർപ്രൈസ് എന്ന് പറഞ്ഞ് ഞാൻ ലാസ്റ്റ് കാണാമെന്ന് പറഞ്ഞത്. ഇത് കണ്ടോ എന്താ രസം നോക്കിയാൽ. മീനുകളുടെ കൂടെ മത്സ്യകന്യകളുടെ ഡാൻസ് പ്രോഗ്രാമാണ്. അതാണ് മെർമെയ്ഡ് ഷോ എന്ന് പറയുന്നത്. 2 പേരാണ് കേട്ടോ. ഇനിയിപ്പോൾ അവരവിടെ റെസ്റ്റിലാണ്. അങ്ങനെ 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ വരും അവർ. റെഡ് മെർമെയ്ഡ് ഇറങ്ങിയിട്ടുണ്ട്. ഉണ്ടല്ലേ അവർ ആൾക്കാരിങ്ങനെ കണ്ട് ആവേശം മൊത്തം ഇങ്ങനെ എത്തിക്കാണ് കേട്ടോ. എല്ലാവരും ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ബാക്കിലാണ് എനിക്ക് സ്ഥലം കിട്ടിയത്. അത് കാരണം എനിക്ക് അടുത്ത് പോയി നിന്നിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല എനിക്ക്. ഞാൻ ദൂരത്തു നിന്നാണ് ഇത് കാണുന്നത്, എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നതൊക്കെ കേട്ടോ. കണ്ടില്ലേ, എല്ലാവർക്കും ടാറ്റ ബൈ പറയണ്. ഇതേ അടുത്ത ആളും വന്നു. 2 പേരാണ്. ഇതേ നമ്മൾക്കൊക്കെ സ്വാഗതം പറയണു, ടാറ്റ പറയണം എല്ലാവർക്കും. ഇത് അപ്പുറത്തും ആ ടണലിൽ കൂടെ വന്നവർക്ക് ഇത് കാണാണ്ട. അതാണ് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണ്ട. അതെ 2 പേര് വന്നു. കണ്ടില്ലേ, ഇതാണ് അക്വേറിയത്തിൻ്റെ സ്പെഷ്യൽ പ്രോഗ്രാം. ഇതൊരു നല്ലൊരു പ്രോഗ്രാമാണ് കേട്ടോ. ഇതൊന്നും ഞാൻ ഇതുവരെ കാണാത്തൊരു കാര്യമാണിത്. റിയലായിട്ട് മത്സ്യകന്യകൾ വെള്ളത്തിൽ അഭ്യാസം കാണിക്കണത്. അപ്പോൾ ഞാൻ കാണുന്നതോടൊപ്പം നിങ്ങളെയും കാണിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. ഇതിലൊന്നും എനിക്ക് കട്ട് ചെയ്യാൻ പറ്റിയതൊന്നും കാണാനില്ല. അത് കാരണം ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഇത് കാണണം. കണ്ടതിന് ശേഷം എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ നിങ്ങളും ഫാമിലിയും കുട്ടികളും മക്കളൊക്കെ ആയിട്ട് വന്നൊന്ന് കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഇപ്പോൾ 400 രൂപ കൊടുത്താൽ അതിൽ ഒരു നഷ്ടം എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇതൊക്കെ കാണുന്നില്ലേ, എത്രയൊക്കെ സെറ്റപ്പ് ചെയ്ത് അവർ എന്തൊക്കെ ചെയ്തിട്ടാണ് ഇതൊക്കെ കാണിക്കില്ലേ 400 രൂപയ്ക്ക്. അത് ഞാനിത് എനിക്ക് അത്ര വലിയ ചാർജായിട്ട് തോന്നിയില്ല കേട്ടോ. അതുപോലെ നിങ്ങൾക്കും അതേപോലെ തന്നെ തോന്നുള്ളൂ. നിങ്ങളിതിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതങ്ങനെ തോന്നും. ഇത് നമ്മൾക്കൊരു വെർത്താണിത്. 400 രൂപ കൊടുത്താലും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോകളും ഫോട്ടോകളൊക്കെ എടുക്കാം. ഇതൊക്കെ എന്നൊരു മെമ്മറിയാണ് നമുക്ക്. കണ്ടില്ലേ, നന്നായിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് ഈ പരിപാടി സെറ്റപ്പ് ചെയ്തതെന്ന് നമുക്കറിയില്ല. അവർക്ക് എങ്ങനെയാണ് ശ്വാസം കിട്ടണമെന്നൊന്നും അറിയില്ല. പക്ഷേ ഒരു ഓക്സിജൻ്റെ സിലിണ്ടറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പൊന്നും അവരുടെ കയ്യിലൊന്നും കാണാനില്ല കേട്ടോ. വിത്തൗട്ട് ഓക്സിജനിലാണ് അവർ ഇതിൻ്റെ അകത്ത് നീന്തിക്കൊണ്ടിരിക്കണത്. അതാണ് ഒരു 2-3 മിനിറ്റ് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പോയി കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കും. ഇത് കണ്ടില്ല, ഒരാളവിടെ റെഡ് അവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ടിരിക്കുകയാണ്. എനിക്കതാണ് അപ്പോഴാന്ന് തോന്നുന്നു ഇവർ ഓക്സിജനൊക്കെ സേവ് ചെയ്യണം ഉള്ളിലേക്ക്. എല്ലാം സ്റ്റോർ ചെയ്തതിനു ശേഷമായിരിക്കും പിന്നെ വെള്ളത്തിൽ മുങ്ങണത്. അപ്പോൾ റെഡ് അവിടെ റെസ്റ്റിലാണ്. അപ്പോൾ ഗ്രീനാണ് ഗ്രൗണ്ടിലുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ 2 പേരും കൂടി ഇറങ്ങും ചിലപ്പോൾ. ഇപ്പോൾ റെഡും ഇറങ്ങി, ഗ്രീനും ഇറങ്ങി. അവരിങ്ങനെ നീന്തി ഉല്ലസിക്കുകയാണ് മീനുകളുടെ ഒപ്പം. അവരടിച്ചു പൊളിക്കുകയാണ് അക്വറിയത്തിൻ്റെ അകത്ത്. അതോടുകൂടി നമ്മൾക്ക് ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസാണ്, നല്ലൊരു കാഴ്ചയാണ്. കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ നല്ലൊരു കൗതുകമായിരിക്കും. കുട്ടികൾക്കെന്നല്ല വലിയവർക്കും. നല്ല തിരക്കുണ്ട് കേട്ടോ. അവിടെ ഫുള്ള് ആൾക്കാരാണ് ഇരിക്കണേ. ഞാൻ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ ആൾക്കാരാണ് എത്ര ആൾക്കാരുണ്ടെന്ന്.
അപ്പോൾ അവരും ഈ ഫാമിലിയായിട്ട് കുട്ടികളായിട്ടൊക്കെ ഇത്ര കാശ് കൊടുത്താണ് ഈ വന്നേക്കുന്നത് കാണാനായിട്ട്. അത് കാരണം നമ്മൾ പൈസ കൂടുതലാണെന്ന് ആരും വിചാരിച്ച് ഇങ്ങനെയുള്ള പ്രോഗ്രാമൊന്നും ക്യാൻസൽ ചെയ്യരുത്. ഇതൊക്കെ നമ്മുടെ ലൈഫ് ടൈമിൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലിയിലും കൊണ്ടുവന്ന് കൂടെ കൊണ്ടുവന്ന് എല്ലാവരും കൂടി വന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊരു സന്തോഷമായിരിക്കും കേട്ടോ. കണ്ടില്ലേ ഇപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ലേ, പബ്ലിക് എത്രയുണ്ട് നോക്ക്, എന്തോരം ആൾക്കാരാണ് നോക്കിയാൽ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ വീഡിയോ, ഈ അക്വേറിയം പാരഡൈസിൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾ മറക്കാണ്ടൊക്കെ ഒന്ന് കാണുക. നിങ്ങൾ ഭാര്യ മക്കളായിട്ടൊക്കെ എല്ലാവരുമായിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, ബൈ.